Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പംകിൻ പൈ ആണ്. അമേരിക്കയിലെ താങ്ക്സ്ഗിവിംഗ് സെലിബ്രേഷൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് പംകിൻ പൈ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഐക്കോൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ പംകിൻ പൈ ഉണ്ടാക്കുന്നത് പല സ്റ്റെപ്സ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതിൻ്റെ പൈ ക്രസ്റ്റ് ഉണ്ടാക്കലാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. പൈ ക്രസ്റ്റ് സ്റ്റോർ ബോട്ട് കിട്ടുമെങ്കിലും ഹോം മെയ്ഡിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ. ഈ ബട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും മെൽറ്റ് ആവാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെയുള്ള ബട്ടർ ആയിരിക്കണം. ആ തണുപ്പോട് കൂടി ഇതിൽ നമുക്ക് 2 കൈയും ഉപയോഗിച്ച് അതിനെ ആദ്യം ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ മൈദയും വെണ്ണയും ഒക്കെ അതിൽ നന്നായി മിക്സായിട്ട് ക്രംബിളായി നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മാവ് രൂപത്തിലാക്കണമെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ നല്ല ഐസ് കോൾഡ് വെള്ളം എടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂണിൽ കൂടുതൽ എന്തായാലും ചേർക്കണ്ട, കാരണം ഒരുപാട് ലൂസായൊരു ഡോ അല്ല നമുക്ക് വേണ്ടത്, കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ഡോ ആണ് വേണ്ടത്. ഇവിടെ ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. കുറച്ച് ദിവസങ്ങൾ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളും. പക്ഷേ നമ്മളിത് റോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് പുറത്തെടുത്ത് അതിൻ്റെ വല്ലാതെയുള്ള തണുപ്പ് മാറിയിട്ടുണ്ടാവണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് പംകിൻ പൈ ഫില്ലിംഗ് ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര, 1 ക്യാൻ അല്ലെങ്കിൽ 1.5 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, പിന്നെ 1 ക്യാൻ അല്ലെങ്കിൽ ഏകദേശം ഒരു 1.25 കപ്പോളം പംകിൻ പ്യൂറി. ഹോം മെയ്ഡ് പംകിൻ പ്യൂറിയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പംകിൻ സ്പൈസ് ആഡ് ചെയ്യണം. ഇതാണ് ഇതിന് ഒരു ഹെവൻലി ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് യൂസ് ചെയ്യാമെന്നുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി ഈ എല്ലാ സംഗതികളും നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൈ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിൽ ഈ ഡോ റാപ്പ് ഒന്ന് പുറത്തേക്ക് എടുത്ത് ആദ്യം ഒന്ന് കൈകൊണ്ട് ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു റോളിംഗ് പിന്ന് വെച്ചിട്ട് ഇതിനെ പരത്തി നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈ പ്ലേറ്റിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു ഡോവിൻ്റെ അളവ് വെച്ചിട്ട് നമുക്കൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് വലുപ്പത്തിലുള്ള പൈ പ്ലേറ്റിൽ ഇത് വെക്കാൻ പറ്റും. പക്ഷേ 8 ഇഞ്ചിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ ഒരു 9 ഇഞ്ച് പൈ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ പരത്തിയത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഈ ഡോ അതിനകത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് നമുക്കിനി എക്സസ് ഉള്ളതൊക്കെ ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ജെൻറ്റിലായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ അത് അവിടെ അതിൻ്റെ സൈഡിൽ അങ്ങനെ സീലായിട്ട് നിൽക്കും. പിന്നെ ഒരു ഡിസൈനും ആയിരിക്കും. അങ്ങനെ നമ്മുടെ പൈ ക്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. ഇതേ പൈ ക്രസ്റ്റിൻ്റെ റെസിപ്പി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലൂബെറി പൈയോ ആപ്പിൾ പൈയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജസ് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം. കാരണം നമ്മളിതൊരു ഹൈ ഹീറ്റിൽ വെക്കുന്ന സമയത്ത് മറ്റത് ഈ എഡ്ജസൊക്കെ കരിഞ്ഞു പോകും. ബേക്കിംഗ് തുടങ്ങി ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഫോയിൽ എടുത്ത് മാറ്റണം. അപ്പോഴാണ് ആ എഡ്ജസൊക്കെ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. ഇതിൻ്റെ ബേക്കിംഗ് രീതി ഒരു ഡിഫറെൻ്റ് ആയ വിധത്തിലാണ്. 450 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 230 ഡിഗ്രി സെൽഷ്യസിൽ അവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൈ അതിൽ വെക്കുന്നു. വെച്ച ഉടനെ തന്നെ അത് നമ്മൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ 1 hour 10 minutes ആണ് ബേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പൈ ബേക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പം അത് കുറച്ച് സ്ലൈറ്റ്ലി ജിഗിളി ആയിരിക്കും. അത് കുഴപ്പമില്ല, അത് കാര്യമാക്കണ്ട. കാരണം ഇത് തണുത്ത് കഴിയുമ്പം, അതായത് പുറത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മൾ കാണുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് സോളിഡിഫൈ ചെയ്തിട്ടുണ്ടാവും.
അങ്ങനെ നമ്മുടെ പംകിൻ പൈ നമുക്കിനി സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് വെനില ഐസ്ക്രീമോ അല്ലെങ്കിൽ കുറച്ച് വിപ്പ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഗംഭീരമാവും. ഞാനിതിപ്പം മുറിക്കുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണാം. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അങ്ങനെ യാതൊരു ആഡഡ് പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ പംകിൻ പൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.